ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു എളുപ്പത്തിലൊരു സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വാ നോക്കാം. അതിനായി വെളുത്തുള്ളി, ഇഞ്ചി, മുളക് എടുക്കുക. കുക്കറിലേക്ക് കഴുകി ഊറ്റി വച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നല്ല കുനുകുനാന്നാണ് ബീഫ് അരിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, അല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മുളക് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനി ബീഫിനെ അടച്ചു വെച്ച് വിസിലടിച്ച് തുറന്നു നോക്കിയപ്പോൾ ആളിരിക്കുന്നത് കണ്ടോ? ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്. നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ, അവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നീളനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മുളകിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേപ്പിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കളറൊക്കെ ഒന്നങ്ങോട്ട് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം അല്പം മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അല്പം മസാലപ്പൊടി, മീറ്റ് മസാല, എന്നിട്ട് നന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ബീഫിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം, ആ പൊടികളൊക്കെ പിടിക്കുന്ന വരെ. നമ്മുടെ ബീഫ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി.